ഹായ്. ഇംഗ്ലീഷിൽ പ്രെപ്പോസിഷൻസ് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഇന്നത്തെ നമ്മുടെ ലെസൺ പ്രെപ്പോസിഷൻസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ലെസണാണ്. കുറച്ച് സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം. ആ സെൻറ്റൻസുകളിൽ ഏതാണ് കറക്റ്റ് പ്രെപ്പോസിഷൻസ് എന്ന് നമുക്ക് തന്നെ ഒന്ന് കണ്ടുപിടിക്കാം. ഫസ്റ്റ് വൺ, മൈ എക്സാം ഈസ് ഡാഷ് മൺഡേ. അവിടെ ആ ബ്ലാങ്ക് സ്പേസിൽ രണ്ട് ചോയ്സസ് ഉണ്ട്. ഒന്ന് അറ്റ്, അടുത്തത് ഓൺ. ഇതിലേത് പ്രിപ്പോസിഷനാണ് അവിടെ വേണ്ടത് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ആൻസർ ഉണ്ടാവും. അവിടെ വേണ്ട പ്രിപ്പോസിഷൻ ഓൺ ആണ്. എന്തുകൊണ്ടാണ് ഓൺ? അറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള ടൈമിൻ്റെ ഒപ്പമാണ്. അറ്റ് 7 o'clock 7 മണിക്ക്, അറ്റ് 5:30 PM, അറ്റ് നൂൺ ഉച്ചയ്ക്ക്, അറ്റ് മിഡ് നൈറ്റ് അർദ്ധരാത്രിയിൽ. ഇതിനൊക്കെയാണ് നമ്മൾ അറ്റ് ഉപയോഗിക്കുന്നത്. ഓൺ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു വൈഡർ ആണ്. ഒരു ഡേ അതല്ലെങ്കിൽ ഡേറ്റ്സ് ഒക്കെ പറയുമ്പോഴാണ് ഓൺ ഉപയോഗിക്കുന്നത്. ഓൺ സൺഡേ, ഓൺ ജാനുവരി 1st. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ സെൻറ്റൻസ് ഓൺ ആണ് പ്രിപ്പോസിഷൻ കറക്റ്റ് ആയിട്ടുള്ളത് എന്ന് മനസ്സിലായല്ലോ. പിന്നെ നമ്മൾ ഇൻ ഉപയോഗിക്കുന്നത് എവിടെയാണ് അതുകൂടി നമുക്ക് പറയാം. ഇൻ ഉപയോഗിക്കുന്നത് കുറച്ചുകൂടി വൈഡർ ആയിട്ടുള്ളത്, വൈഡസ്റ്റ്. ഇൻ ഒക്ടോബർ, ഇൻ എ മന്ത്, ഇൻ 1979 എന്നൊക്കെ പറയുമ്പോഴാണ്. ഇൻ ദ സമ്മർ. അപ്പോൾ അതാണ് ബേസിക് ആയിട്ടുള്ള റൂൾ. നെക്സ്റ്റ് സെൻറ്റൻസ്, ഐ ഹാവ് വർക്ക്ഡ് ഹിയർ ഡാഷ് 3 years. ഞാൻ ഇവിടെ 3 years വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ രണ്ട് പ്രിപ്പോസിഷൻസ് ഉണ്ട്, ഫോർ ആൻഡ് സിൻസ്. ഇതിൽ ഏതാണ് കറക്റ്റ് എന്ന് കണ്ടുപിടിക്കണം. ആൻസർ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. ഫോർ ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എന്തുകൊണ്ടാണ് ഫോർ കറക്റ്റ് ആവുന്നത്? നമ്മൾ പീരീഡ് ഓഫ് ടൈം പറയുമ്പോഴാണ് ഫോർ ഉപയോഗിക്കുന്നത്. 3 years, 2 years, 2 months, 3 days, 4 hours എന്നൊക്കെയുള്ള പീരീഡ് ഓഫ് ടൈം, കാലാവധി അല്ലെങ്കിൽ കാലയളവ്, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഫോർ ആണ് ഉപയോഗിക്കേണ്ടത്. സിൻസ് ഉപയോഗിക്കുന്നത് വളരെ കൃത്യമായിട്ട് ടൈം പറയുമ്പോഴാണ്. കൃത്യമായ ടൈം എന്ന് പറയുമ്പോൾ സിൻസ് എസ്റ്റർഡേ, സിൻസ് മൺഡേ, സിൻസ് ലാസ്റ്റ് ഇയർ, കഴിഞ്ഞ കൊല്ലം, കഴിഞ്ഞ മാസം എന്നൊക്കെ പറയുമ്പോൾ അത് കൃത്യമായ ഒരു സമയമാണ്. അപ്പോൾ ഇവിടെ ഈ സെൻറ്റൻസിൽ കറക്റ്റ് ആയിട്ടുള്ള വേർഡ് ഫോർ തന്നെയാണ്. ഡാഷ് ദ മീറ്റിംഗ്, ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. ഇവിടെ നമുക്കുള്ള രണ്ട് ചോയ്സസ് ഡ്യൂറിങ് ആൻഡ് വൈൽ ആണ്. ഡ്യൂറിങ് ആണ് കറക്റ്റ് ആയിട്ടുള്ള വേർഡ്. എന്തുകൊണ്ടാണ് ഡ്യൂറിങ് കറക്റ്റ് ആവുന്നത്? ഡ്യൂറിങ് ദ മീറ്റിംഗ്. ദ മീറ്റിംഗ് എന്നുള്ളത് ഒരു നൗൺ ആണ്. ഡ്യൂറിങ് പ്ലസ് നൗൺ ആണ് വരുന്നത്. ഡ്യൂറിങ് കഴിഞ്ഞ് വരുന്നത് ഒരു നൗൺ ആയിരിക്കണം. ഡ്യൂറിങ് ദ പ്രോഗ്രാം, ഡ്യൂറിങ് ദ മീറ്റിംഗ്, ഡ്യൂറിങ് ദ ഷോ, ഡ്യൂറിങ് ദ ലെക്ചർ, ഇങ്ങനെയൊക്കെ. നമുക്ക് വൈൽ അവിടെ ഉപയോഗിക്കണമെങ്കിൽ അവിടെ ഒരു ക്ലോസ് ആണ് വേണ്ടത്. നമുക്ക് ആ സെൻറ്റൻസിനെ വേറൊരു തരത്തിൽ മാറ്റി പറയേണ്ടി വരും വൈലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ. അപ്പോൾ ഇവിടെ മീറ്റിംഗ് എന്നുള്ളത് ഒരു നൗണാണ്, അതുകൊണ്ട് നമുക്ക് അവിടെ ഉപയോഗിക്കേണ്ടത് ഡ്യൂറിങ് ആണ്. ഇനി നമുക്ക് വൈലാണ് ഉപയോഗിക്കേണ്ടതെങ്കിലോ വൈലിൻ്റെ കൂടെ വരുന്നത് ഒരു ക്ലോസ് ആയിരിക്കും. വൈൽ ദ മീറ്റിംഗ് വാസ് ഗോയിങ് ഓൺ എന്ന് പറയണം. അതായത് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്നുള്ള അർത്ഥത്തിലേക്ക് നമ്മളത് മാറ്റണം. വൈൽ എന്നത് വൈൽ ദ മീറ്റിംഗ് വാസ് ഗോയിങ് ഓൺ എന്ന് മാറ്റി പറയേണ്ടി വരും. അപ്പോൾ ഇവിടെ നൗൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡ്യൂറിങ് ദ മീറ്റിംഗ് എന്നാണ് വേണ്ടത്. നെക്സ്റ്റ് സെൻറ്റൻസ്, ഐ റെഡ് ഇറ്റ് ഡാഷ് ഇൻ്റർനെറ്റ്. ഞാൻ അത് വായിച്ചത് ഇൻ്റർനെറ്റിലാണ്. ആ ബ്ലാങ്ക് സ്പേസിൽ വേണ്ടത് ഇൻ ആണോ ഓൺ ആണോ എന്നാണ് നമ്മൾക്ക് അറിയേണ്ടത്. ഏതായിരിക്കും അവിടെ? ഓൺ ദ ഇൻ്റർനെറ്റ്. ഓൺ ആണ് അവിടെ വേണ്ട പ്രിപ്പോസിഷൻ. കാരണം ഇൻ്റർനെറ്റ് എന്നത് ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ്. ഇലക്ട്രോണിക് ഡിവൈസിനെ പറ്റി പറയും നമ്മൾ ഉപയോഗിക്കേണ്ടത് ഓൺ ആണ്. അതല്ലെങ്കിൽ ഇൻ ഉപയോഗിക്കുന്നത് ഇൻ എ ബുക്ക്, ഇൻ ദ ന്യൂസ് പേപ്പർ, ഇൻ ദ മാഗസീൻ എന്നൊക്കെ പറയുമ്പോൾ പേപ്പർ ആണ് എങ്കിൽ, ബുക്ക്, ന്യൂസ് പേപ്പർ, മാഗസീൻ എന്നൊക്കെ പറയുന്ന പേപ്പർ അല്ലേ, അപ്പോൾ ഇൻ ആണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ ഇവിടെ ഇലക്ട്രോണിക് ഡിവൈസാണ്. ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, ഐ റെഡ് ഇറ്റ് ഓൺ കമ്പ്യൂട്ടർ, ഐ റെഡ് ഇറ്റ് ഓൺ ലാപ്ടോപ്പ്
ഐ റെഡ് ഇറ്റ് ഓൺ മൈ സെൽ ഫോൺ. ഇങ്ങനെയൊക്കെ. ഇലക്ട്രോണിക് ഡിവൈസസ് ആണെങ്കിൽ ഉപയോഗിക്കേണ്ടത് ഓൺ ആണ്. 4 സെൻറ്റൻസസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. 1 ക്വസ്റ്റ്യൻ ഫോർ യു. ഹി ഹാസ് വർക്ക്ഡ് ഇൻ ദാറ്റ് ഓഫീസ് ഡാഷ് ലാസ്റ്റ് ഇയർ. സിൻസ് ആണോ ഫോർ ആണോ അവിടെ ഉപയോഗിക്കേണ്ടത്? കമൻറ്റ് ബോക്സിൽ മറക്കാതെ എഴുതുക.